നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ്. കുറേ പേരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി മൂവ് ഓണായി വേറൊരു ആളുമായിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്ന് പറയാം. ആ തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ളൊരു ലൈഫായിരിക്കും. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പായിട്ട് കാണും. അപ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ കാര്യത്തിനൊരു വ്യക്തത, നിങ്ങളുടെ പ്രശ്നം എന്താണ്, എവിടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കരിയറിൽ എവിടെയാണ് ബ്ലോക്കേജ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പ്രശ്നം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ സെപ്പറേറ്റഡ് ആവാനുള്ള റീസൺ ഒരു തേർഡ് പാർട്ടി ആണ്. ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ്, ആ സെയിം തേർഡ് പാർട്ടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോഴും ഉള്ളത് എന്നാണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ ആരാണോ കാരണമായത്, ആ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചീറ്റിംഗ് നടന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള ലൈഫ് നോക്കുകയാണെങ്കിൽ അതത്ര സന്തോഷകരമായി പോകുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു പുതിയൊരു ചേഞ്ച് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത്. പക്ഷേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് നല്ലതായിരിക്കുമോ അതോ മോശമായിരിക്കുമോ? ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? പക്ഷേ അവരുടെ വിചാരം അവരുടെ ലൈഫിൽ വലിയ ഏതാണ്ട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നതായിട്ടാണ്. കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അവർ വിചാരിക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം സോൾവായി സന്തോഷമായിട്ട് ലൈഫ് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാണ്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, ഈ തേർഡ് പാർട്ടിയെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സത്യങ്ങൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു 40% സത്യവും 60% കള്ളങ്ങൾ മാത്രമാണ്. ആ കള്ളങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടം വരെ എത്തിയത് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു മാരേജിലേക്ക് ഒക്കെ കടക്കാൻ പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ മാരേജിലേക്കൊക്കെ കടക്കുന്നത്. ഒരു പക്ഷേ അവർ ലിവിങ് ടുഗെദർ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ച വ്യക്തികളെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ പൊരുത്തക്കേട് ഒത്തിരി ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരാളെന്ന് പറയുന്നത് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതുപോലെ നടക്കണം, ഭയങ്കര അടുക്കും ചിട്ടയൊക്കെ ഉള്ള ഒരാളാണ്. അതായത് അവർ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് മാത്രമേ നടക്കാവൂ, മനസ്സിലായോ? പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നേരെ വിപരീതമായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി അതിനോട് യോജിക്കത്തില്ല. നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയും അതിനകത്ത് യോജിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊന്നും ഇപ്പോൾ അനുസരിക്കുന്നില്ല എന്ന് തന്നെ സാരം. അവർ തമ്മിൽ മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നില്ല. അവിടെ നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഈ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ, അതായത് ഇന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ആ പ്രശ്നം അവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഇരുന്നൊന്ന് പറഞ്ഞ് പരിഹരിക്കാനോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ അവർ ശ്രമിക്കുന്നില്ല. രണ്ടുപേരും ശ്രമിക്കുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയാണ് രണ്ടുപേർക്കും ഇപ്പോൾ ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരുപാട് രഹസ്യങ്ങളുള്ളതായിട്ടാണ് കാണുന്നതെന്ന്. ഓക്കെ, ഇവിടെ ആ ഒരു രഹസ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളാണ്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ പാസ്റ്റ് അത്ര ക്ലിയർ അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. പക്ഷേ പാസ്റ്റ് ക്ലിയർ അല്ല എന്നുള്ള ഒരാൾക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് നന്നാക്കാൻ സാധിക്കുന്നതാണ്. യൂണിവേഴ്സ് ഒരുപാട് തവണ യൂണിവേഴ്സ് ഒരുപാട് തവണ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രസൻറ്റ് നന്നാക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു പ്രസൻറ്റിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടി മര്യാദയ്ക്ക് ജീവിക്കാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഒരുപാട് രഹസ്യങ്ങൾ, ഒരുപാട് റിലേഷൻഷിപ്പ്, അനാവശ്യ കൂട്ടുകെട്ടുകൾ, അനാവശ്യമായിട്ടുള്ള അഡിക്ഷൻസ്. ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് മോശപ്പെട്ട ബന്ധങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ലൈക്ക് കള്ളുകൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സിഗരറ്റ് വലി, ഇതുപോലുള്ള എന്തൊക്കെയാണോ ലഹരി വസ്തുക്കളൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രവണതയുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ലേഡിയായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സ്പോയിൽ ചെയ്യാനും മറ്റുള്ളവരെ ചതിക്കാൻ പോലും ഈ ഒരു തേർഡ് പാർട്ടിക്ക് മടിയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കാണുന്നത് കേട്ടോ. അവർ എന്താണോ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ വശീകരിച്ചെടുക്കാനൊക്കെ മിടുക്കരാണ് ഇവർ. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആൾക്കാരെ വെറുതെ വിടുന്ന, അതായത് ഇവർക്ക് ഒരാളുടെ ലൈഫ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് നശിപ്പിച്ചിട്ട് ആ ഒരു ലൈഫിനെ സ്വന്തമായിട്ട് എങ്ങനെ കൊണ്ടുവരാം, അതായത് സ്വന്തമായിട്ട് ആ ഒരു ലൈഫിൽ എങ്ങനെ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മോശ സ്വഭാവപ്പെട്ട ഒരാളായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നത്. തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്ക് ചെയ്യും, നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും, മറ്റുള്ളവർക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ച് വേദനകളല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയിട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുള്ളതും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടിക്കാണ്. കാരണം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കുറേ പണം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൈവശം വന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഈ ഒരു സ്വഭാവം കാരണം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന എനർജി റീഗെയിൻ ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്സും എടുക്കുന്നുമില്ല. നിങ്ങളുടെ വ്യക്തി ശരിക്കും അവരിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഒരുപാട് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവരിൽ എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ലൈഫ് നേരെ ആവുമെന്ന്. പക്ഷേ ആ ഒരു പ്രതീക്ഷ ഈ ഒരു വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ പേഴ്സണിന് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ എപ്പോഴും വിഷമിച്ചിരുന്ന് നിങ്ങളുടെ വ്യക്തി ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. എന്നിട്ട് സ്വന്തമായിട്ട് ആശ്വസിക്കുന്ന ഒരു സ്റ്റേജാണ് ഇതെല്ലാം ശരിയാവാതെ എവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ആശ്വസിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ ശരിക്കും ഒരു വിക്റ്റിമായി, ഒരു ഇരയായി കഴിഞ്ഞു. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂസ് ചെയ്യാൻ ആക്ച്വലി നിങ്ങളുടെ വ്യക്തി നിന്ന് കൊടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ശരിക്കും യൂസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇതിനകത്തൊന്നും രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ചോരയും നീരും ഈ ഒരു തേർഡ് പാർട്ടി ഊറ്റിയെടുക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഒരു പ്രേതം വന്നിട്ട് ഒരാളെ കഴുത്തി കടിച്ചിട്ട് കൊന്നിട്ട് അതിൻ്റെ രക്തം ഊറ്റിയെടുക്കത്തില്ലേ, ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയെ നമുക്കൊരു ഡെവിൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തകൾ ഒത്തിരി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു വിക്ടിം മെൻറ്റാലിറ്റിയാണ് ഉള്ളത്. അവർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവർക്ക് തന്നെ വെച്ചിട്ടുണ്ട്.
നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാനോ പുറത്ത് ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനോ ഒക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവരുടെ ഫ്യൂച്ചർ നോക്കുവാണെങ്കിലും 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് അവർക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസ്ട്രിക്ഷൻസ് അവർക്ക് വെക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ് തോട്ട്സും അവരുടെ ലൈഫിൽ നടക്കുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസും കാരണമാണ്. മനസ്സിലായോ? ശരിക്കും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ആവശ്യം അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള, അവരെ ഉപദേശിക്കാൻ കെൽപ്പുള്ള ഒരാളെയാണ്. അതില്ലാത്തിടത്തോളം നിങ്ങളുടെ വ്യക്തി ഈ ഒരു ട്രാപ്പ്, നമുക്കിത് ട്രാപ്പെന്ന് തന്നെ പറയാൻ സാധിക്കും, ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അതിനകത്ത് അകപ്പെട്ട് തന്നെ കിടക്കും. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വേണ്ടുന്ന സ്വാതന്ത്ര്യമാണ്, ഒരു ഗൈഡൻസ് വേണം, അവർക്കൊരു പുതിയ ലൈഫ് ഉണ്ട് എന്ന് അവരെ വിശ്വസിപ്പിക്കാനും മനസ്സിലാക്കാനും ഒരു നമുക്ക് പറയാം ഒരു കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഒരു ആവശ്യം തന്നെ വേണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വ്യക്തി എന്ത് ചെയ്താലും എന്ത് തീരുമാനം എടുത്താലും ഇനി വേറൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ടാലും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ വ്യക്തിക്ക് പിന്നെയും ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് നിങ്ങളുടെ വ്യക്തി റെഡിയല്ല. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും. ആ ഒരു ചേഞ്ച് നിങ്ങളുടെ വ്യക്തിക്ക് ഉടനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചേഞ്ചാണ്. അതായത് ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു മൈൻഡ് സെറ്റൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഭയങ്കര ട്രോമ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അനുഭവിച്ച ആ ഒരു യാതന, പീഡനം, അതിൽ നിന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ട്രോമ ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ട്രോമ ഒന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഭയത്താൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ഉപദേശിക്കാൻ ആരെങ്കിലും വേണം. ജെന്യുവിനായിട്ട് നിന്ന് അവരെ വഴിതെറ്റിക്കാതെ ഉപദേശിക്കാൻ ആരെങ്കിലും വേണം. എന്നാൽ മാത്രമേ അവർക്ക് ഈ കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യാനും അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവിനെ പോലെ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും കാര്യമാണ് കേട്ടോ പറയുന്നത്. അതിൽ നിന്നും നിങ്ങളുടെ വ്യക്തി സെപ്പറേറ്റഡായി നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയതാണ്. നിങ്ങളിലേക്ക് അങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജീവിച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഈ ഒരു റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ നിങ്ങളിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആദ്യം നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരുന്നോ നിങ്ങളുടെ വ്യക്തി ഉണ്ടായിരുന്നത് ആ ഒരു സ്വഭാവം ആവണമെന്നില്ല അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ. ശരിക്കും ഒരു മണ്ടനെന്ന് തന്നെ പറയാൻ പറ്റുമോ കേട്ടോ. നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു മന്ദബുദ്ധിയുടെ ഒരു ലക്ഷണം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു സ്വഭാവമായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത്, എന്ത് പറഞ്ഞാലും വിഷമം വരുന്ന സ്വഭാവം. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി കരയാനും സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് നിങ്ങളിലേക്ക് മടങ്ങി എത്തുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇൻ കേസ് ചില ആൾക്കാരുടെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ പേരുടെ ഈ വ്യക്തി ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് മടങ്ങി എത്താനുള്ള ഒരു സാധ്യത അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉടനെ തന്നെ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതായത് ചില ആൾക്കാരിലേക്ക് അഡിക്ഷൻ വരാനും പിന്നെയും ഇതേ പാറ്റേൺ ഫോളോ ചെയ്യാനും. മനസ്സിലായോ? അതായത് മറ്റാൾക്കാരിലേക്ക് അട്രാക്റ്റഡ് ആവാനും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളിലേക്ക് പോകാനുമുള്ള ഒരു ടെൻഡൻസി കാണും. ഈ ഒരു സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം.
അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു സൈനായിട്ട് കണക്കാക്കിയാൽ മതി. നിങ്ങളുടെ വ്യക്തിക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു സ്വഭാവം, ആ സ്വഭാവമല്ല നിങ്ങളുടെ അടുത്ത് പിന്നെ വരുമ്പം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്ന ഒരു സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെയും വേറെ ഒരു വശീകരണ വലയത്തിൽ നിങ്ങളുടെ വ്യക്തി വീഴാനുള്ള ഒരു ടെൻഡൻസി കുറയുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ അക്കരെ നിന്ന ഇക്കരെ പച്ച എന്നുള്ള ഒരു സ്വഭാവമാണ്. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എത്ര കൊടുത്താലും, നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്താലും, നിങ്ങൾ എത്ര നിങ്ങളുടെ വ്യക്തിയെ ഹാപ്പി ആയിട്ട് വെക്കാൻ നോക്കിയാലും അതിലൊന്നും നിങ്ങളുടെ വ്യക്തി സാറ്റിസ്ഫൈഡ് അല്ല. ഇനിയും വേണം, പോരാ എന്നുള്ളൊരു ചിന്തയാണ്. അതെന്തും ആവട്ടെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കുറച്ച് പൈസ കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാലും, നിങ്ങളുടെ ടൈം കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാലും അതൊന്നും പോരാ നിങ്ങളുടെ വ്യക്തിക്ക്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ പോലും ഒരുപാട് സീക്രട്സ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിട്ടാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി ഒരു നെഗറ്റീവ് വലയത്തിൽ വീഴും. നെഗറ്റീവ് ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാവും. അങ്ങനത്തെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് മറ്റുള്ളവരിൽ അട്രാക്റ്റഡ് ആവും. അതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഒരു സ്വഭാവം തുടർന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എൻഡപ്പ് ചെയ്യുന്നത് വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പിന്നെ അവർക്ക് ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ, ഈ ഒരു തേർഡ് പാർട്ടി ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ ഈ ഒരു മാനസികമായിട്ട് നല്ല രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവർ കരുതുന്നത് ഇതൊക്കെ ശരിയായിട്ട് നല്ലൊരു ജീവിതം അവർക്ക് കിട്ടുമെന്നാണ്. പക്ഷെ അത് അവരുടെ തോന്നൽ മാത്രമാണ്. കാരണം അവർക്കൊരു കർമ്മദോഷം ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ആ കർമ്മദോഷം ഉള്ളിടത്തോളം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സമാധാനം, സ്വസ്ഥത ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. നിങ്ങളുടെ വ്യക്തി നെഗറ്റീവ് ഓറയാണ് ഉള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു നിങ്ങളുടെ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് എനർജി നിറഞ്ഞിട്ടുള്ളൊരു ബ്ലാക്ക് മാജിക്കാണ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും വന്നിട്ടുള്ള ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ബാക്കി എവിടെയൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ വ്യക്തിയിലേക്ക് അവർ ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ആ ഒരു ടൈപ്പ് ഓഫ് ബ്ലാക്ക് മാജിക്കാണ് നിങ്ങളുടെ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും ഒറ്റയ്ക്ക് സാധിക്കില്ല. അവർക്ക് ഇവിടെ പറഞ്ഞല്ലോ, അവർക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട്. അല്ലാത്തിടത്തോളം അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ട്രാപ്ഡായി കിടക്കും. അവരുടെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. മരണാവസാനം വരെയും അവർ യാതനയൊക്കെ തിന്നിട്ട് കിടക്കാനുള്ളൊരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. അവരുടെ വിധി അവർ തന്നെയാണ് വരുത്തി വെച്ചത്. നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുമ്പം വളരെ കഷ്ടമായിപ്പോയി. അവർ വളരെ കഷ്ടതയിൽ കൂടാണ് ജീവിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഗുരു അവരുടെ ലൈഫിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ ഒരാൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൊക്കെ കൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തവരാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അത് റീഡിംഗ് എടുക്കണം. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തോടു കൂടിയും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയും തിരിച്ചു കൊണ്ടുവരണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനും പരിഹാരം ചെയ്തു തരുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.